അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹറം മാസം വർഷത്തിന്റെ തുടക്കമാണ്. അത് നല്ല നിലയ്ക്ക് ദിക്റും ദുആവായിട്ടും നല്ല നല്ല കർമ്മങ്ങളും പ്രതീക്ഷകളുമായിട്ട് നിൽക്കുക. അത് പലപ്പോഴായിട്ട് നമ്മൾ കേട്ടതും അറിഞ്ഞതും ചെയ്തതുമാണ്. ആയത്തുൽ കുർസിയുടെ പ്രത്യേകത ഈ മുഹറമിന്റെ തുടക്കത്തിൽ വലിയ ഫലം ചെയ്യുന്നതാണ്. പല നിലയ്ക്കും നമ്മൾ കണ്ടു. അക്കൂട്ടത്തില് ആശൂറ രാവിലെ അഥവാ മുഹറം 10 അന്ന് രാത്രി ഉളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹ്ക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്നും പറഞ്ഞ് നിസ്കരിക്കുക. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നിസ്കരിക്കുക. നിസ്കരിച്ച് മുട്ടുകുത്തിയിരുന്ന് കഴിയുന്നത്ര ആയത്തുൽ കുർസി ഓതുക. മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ ഇരുന്ന് മുട്ടും കാലിൽ നിന്നിട്ട് മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ, അങ്ങനെ ഇരുന്ന് കൈ ഉയർത്തേണ്ട ആയത്തുൽ കുർസി ഓതുക കിബിലക്ക് തിരിഞ്ഞിട്ട്. ഇവിടെ 360 ആയത്തുൽ കുർസി ഓതാനാ പറയുന്നത്. അത്ര കഴിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാത്തവർ കഴിയുന്നത്ര ചെയ്യുക. ഒരു 10-15 ആയത്തുൽ കുർസി ഓതിയിട്ട് ഒരു ആയത്തുണ്ട്, അതിനെ 84 പ്രാവശ്യം ചൊല്ലുക. ഭയങ്കര ഫലമുള്ള ആയത്താണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ, ഒന്നുകൂടി ചൊല്ലാം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി فبذلك فليفرحوا هو خير مما يجمعون. ഒന്നുകൂടി ചൊല്ലാം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഇതിന് 84 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം ഒരു ദുആക്ക ഉണ്ട്, അങ്ങനെ കൂടുതൽ നീളമുള്ളത് ചൊല്ലുന്നില്ല. അതിനുശേഷം നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് 100 വട്ടം ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം ചൊല്ലുക. ഇത്രയും ചൊല്ലിയാൽ ആ വർഷം എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ നൽകും എന്ന് കൻസുൻ നജാഹി വസുറൂർ എന്ന ഷെയ്ഖ് അബ്ദുൽ ഹമീദ് അഷാഫി അൽ മക്കി റഹിമുല്ലാ തങ്ങളുടെ കിതാബിൽ ഉണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം 70 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്നും ചൊല്ലണം ആശൂറ രാവിലെ. അതുതന്നെ ആശൂറ പകലിലും ചൊല്ലാനുണ്ട്. ആശൂറ പകലില് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്നത് 70 പ്രാവശ്യം ചൊല്ലാനുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അളീം യാദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം എന്ന് കുറേ വട്ടം ചൊല്ലാനുണ്ട്. കഴിയുമെങ്കിൽ 1000 ചൊല്ലുക. അതുപോലെ ദുആകളൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം പറയാൻ പറ്റില്ല. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ, അത് 70 വട്ടം എന്തായാലും ചൊല്ലണം. ഒരുപാട് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് നമുക്ക് പിന്നെ ആശൂറ ദിവസം പകലിൽ ചെയ്യാൻ കഴിഞ്ഞാൽ, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദിനെ സൂറത്തുൽ ഇഖ്ലാസ് എന്നാണല്ലോ പേര്. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം ഓതണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. 1000 ഓതണമെന്നാണ് പറയുന്നത്. 1000 ഓതിയാൽ വളരെ നല്ലത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവനുണ്ടാവും. അള്ളാഹു പിന്നെ ശിക്ഷിക്കില്ല. അള്ളാഹു കാരുണ്യത്തിന്റെ നോട്ടം എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. സബഖക ബിഹാ വക്കാശ എന്ന് പറഞ്ഞതുപോലെ സ്വർഗം പാസ്സായിപ്പോയി, അവന് സ്ഥാനം കിട്ടിപ്പോയി. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അവനെ എടുത്തു കഴിഞ്ഞ് സ്വർഗത്തിലേക്ക്. അത് എന്ത് വിഷയത്തിലാവാം. ചിലപ്പോൾ ഉമ്മയെ നോക്കിയതിന്റെ പേരിൽ, ഉപ്പാനെ ശുശ്രൂഷിച്ചതിന്റെ പേരിൽ, ഒരു പാവത്തിന് ഭക്ഷണം വാങ്ങി കൊടുത്തതിന്റെ പേരിൽ, ഒരു കല്യാണത്തിന് സഹായിച്ചു കൊടുത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു പള്ളി ഇമാമിനെ പിരിച്ചു വിടുമ്പോൾ അയാൾ അങ്ങനെ ചെയ്യണ്ടെന്നും പറഞ്ഞ് അയാളുടെ കൂടെ നിന്നതിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു കാര്യം ജനങ്ങളൊക്കെ മാറി നിൽക്കുന്നിടത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നന്മ ചെയ്യുമ്പോൾ അള്ളാഹു നോട്ട് ചെയ്യും. എന്തിന്? ഒരു സഫിൽ ഒരു ഇട കണ്ടാൽ, പള്ളിയിലൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മൾ ബാക്കിലൊന്ന് നിൽക്കുമ്പോൾ മുമ്പത്തെ സഫിൽ ഒരു ഇട കാണുന്നുണ്ട്, അവിടെ ആരും നിൽക്കുന്നില്ല, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ബാക്കായി നിന്നുകൊണ്ട് പോവാണ്. അപ്പൊ ഇവനെ അത് സഫിന്റെ ഇടയിൽ കൂടെ പോയി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ അള്ളാഹു അവനെ റഹ്മത്ത് ചെയ്യുന്നതാണ്. അള്ളാഹു അവന്റെ തമ്മിലുള്ള അകലം, ഗ്യാപ്പ് അത് മാറ്റി അള്ളാഹു അവനെ ചേർക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യും. ഇവിടെ മുഹറം 10 അന്ന് ധാരാളം ഖുൽ ഹുവല്ലാഹു ഓതുന്നത് അള്ളാഹുവിന് ഭയങ്കര അവനോട് സ്നേഹം ഉണ്ടാകാനുള്ള എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. 1000 ഖുൽ ഹുവല്ലാഹ് തീർക്കാൻ പറ്റിയാൽ അള്ളാഹു അവനിലേക്ക് കരുണയുടെ നോട്ടം നോക്കും.
അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവനെ പിന്നീട് ഒരിക്കലും ശിക്ഷിക്കാനില്ല. അപ്പൊ കഴിയുന്നത്ര കുൽ ഹുവല്ലാഹു ഓതുക. ഞാൻ നീട്ടുന്നില്ല, കഴിയുന്നതൊക്കെ ചെയ്യുക. വലിച്ചു നീട്ടി ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇതിൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇതിന്റെ രാത്രിയിലും പകലിലും ചെല്ലേണ്ടത്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.